ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിനി അടുത്ത ഫോർത്ത് മൊഡ്യൂൾ, ലാസ്റ്റ് മൊഡ്യൂളാണ്. നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എൻഡിലേക്ക് പോവുകയാണ്. സോ ഫോർത്ത് മൊഡ്യൂൾ ലാസ്റ്റ് മൊഡ്യൂളാണ്. ഐഡിയാസ് ഫോർ ലൈഫ് എന്നാണ് മൊഡ്യൂളിൻ്റെ ടൈറ്റിൽ. ഐഡിയാസ് ഫോർ ലൈഫ്. ലൈഫ് ഈസ് ബിലോങ്സ് ടു അസ്, നമ്മൾ ഉൾപ്പെടുന്നതാണല്ലേ ലൈഫ് എന്ന് വെച്ചാൽ. സോ ഐഡിയാസ് ഫോർ ലൈഫ് മീൻസ് എവറി പേഴ്സൺ ഹാവ് എ ഐഡിയ ഫോർ ലൈഫ് അല്ലേ. ഒരു ഐഡിയ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഒരു ഐഡിയയും ഇല്ലാതെ ദേ ആർ ഗോയിങ് ടു മൂവ് വിത്തൗട്ട് എൻ ഐഡിയ ഫോർ ലൈഫ്. ബട്ട് ചിലരെന്താണ് വിത്ത് ഫുൾ ഓഫ് ഐഡിയാസ് ആയിരിക്കും ജീവിതത്തിൽ. അവിടെ ഒരു മീൻസ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നൊരു ചിത്രം എന്ന് കാണുന്ന ഒരു ബൾബിൻ്റെ പിക്ചറാണല്ലേ. ആക്ച്വലി ബൾബ് എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലേ. ബൾബിൻ്റെ കണ്ടുപിടുത്തം തോമസ് ആൽവ എഡിസൺ ആണ് ബൾബ് കണ്ടുപിടിച്ചത്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ച പാഠങ്ങളാണ് ഇതൊക്കെ, മുന്നേ ചെറുതിലേ പഠിച്ചതാണ് അല്ലേ. അവിടെ ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് സംതിങ് ന്യൂ യു ഹാവ് ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ഓൾഡ്. ഇഫ് യു വാണ്ട് സംതിങ് ന്യൂ വി ഹാവ് സം ന്യൂ ഇന്നോവേഷൻസ് ഓർ ന്യൂ things, we have to achieve any things, we have to stop doing something old. എന്തെങ്കിലും ഇപ്പോൾ മുന്നേ ഉള്ളതൊക്കെ നിർത്തി വെച്ചിട്ട് ഒന്നിലേക്ക് നമ്മൾ ഇറങ്ങും. അപ്പോൾ നമ്മൾ പുതിയതിലേക്ക് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അല്ല പഴയതിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പുതിയതിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ലോകം. ഞാനിപ്പോൾ പറയുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഡ്സിൻ്റെ റിയൽ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് പാഠഭാഗം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെ കുട്ടിക്കാലം ഒരു പക്ഷേ ഇലക്ട്രിസിറ്റിയും വൈദ്യുതിയും ബൾബും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ കണ്ടു വളർന്നു. പക്ഷെ നിങ്ങളെ പാരൻസിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവരുടെ കുട്ടിക്കാലത്ത് ദർ ഈസ് നോട്ട് എൻ ഇലക്ട്രിസിറ്റി ഇൻ ദെയർ ഹൗസ് അല്ലെ, ദർ ഇസ് നോട്ട് എ ബൾബ്. അവിടെ ഈ ചുമണി വിളക്കും ഈ മണ്ണെണ്ണ വിളക്കും കാര്യങ്ങളൊക്കെയാണ് അവർ പഠിച്ചത്. മണ്ണെണ്ണ വിളക്കിലാണ്. അപ്പോൾ അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചാണ് നമ്മുടെ കാലഘട്ടം. ഇന്ന് എവിടെയെങ്കിലും മണ്ണെണ്ണ വിളക്ക് കാണാൻ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം ഏതെങ്കിലും ഒരു ഉൾഗ്രാമങ്ങളിലൊക്കെ ചിലപ്പം പോയാൽ നമുക്ക് കാണാനും നമ്മുടെ ചുറ്റുപാടുകളിലൊന്നും അതൊന്നും ഇപ്പോൾ കാണാറേ ഇല്ല. അഥവാ ഇൻ കേസ് നമ്മൾ കറണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻവേർട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എമർജൻസി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോളാർ പോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ വന്നു. ആക്ച്വലി നമ്മുടെ മൊഡ്യൂളും ഡിസ്കസ് ചെയ്യുന്നത് ആ ഐഡിയാസിനെ കുറിച്ചാണ്. അതൊക്കെ ഇനി മോശമാണോ ചീത്തയാണോ എന്ന് വെച്ചാൽ അല്ല, ഇറ്റ്സ് ഫോർ വെരി ഇന്നെവിറ്റബിൾ അല്ലേ. അത്രയും നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറി വന്നു. സോ നമുക്കിനി അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാം. ഇവിടെ ഒരു കാരിക്കേച്ചർ പോലെയുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഡയലോഗ്സ് ഉണ്ട്. ഐ എം സോറി ബട്ട് യുവർ സെൽഫോൺ ഈസ് സോ കൂൾ, ഇറ്റ് മേക്സ് യു ലുക്ക് റിയലി ഡൾ ബൈ കമ്പാരിസൺ. അപ്പോൾ ഐ എം സോറി ബട്ട് യുവർ സെൽഫോൺ ഈസ് സോ കൂൾ. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്, നിങ്ങളുടെ സെൽഫോൺ വളരെ കൂളാണ്. ഇറ്റ് മേക്സ് യു ലുക്ക് റിയലി ഡൾ ബൈ കമ്പാരിസൺ. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സെൽഫോണിനേക്കാളും ഡള്ളാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. മീൻസ് ഈ ഒരു ന്യൂ ജനറേഷനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐഡൻറ്റിഫൈ സം മോഡേൺ ഗാഡ്ജറ്റ്സ് ദാറ്റ് ഹാവ് ചേഞ്ച്ഡ് ദ വേൾഡ്. ഗാഡ്ജറ്റ്സ് മീൻസ് ഈ ഉപകരണങ്ങളെയാണ് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മോഡേൺ ഗാഡ്ജറ്റ്സ്? ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ഗാഡ്ജറ്റ്സ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. ടെലിവിഷൻ ഒരു മോഡേൺ ഗാഡ്ജറ്റ്. വൺ ഓഫ് ദ മോഡേൺ ഗാഡ്ജറ്റ് ഈസ് ടെലിവിഷൻ. ആൻഡ് നെക്സ്റ്റ് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ദെൻ ഇൻവേർട്ടർ, എയർ കണ്ടീഷണർ, അതുപോലുള്ള ഒരുപാട് മോഡേൺ ഗാഡ്ജറ്റ് അല്ലേ. വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് ദീസ് ഗാഡ്ജറ്റ് വർ നോട്ട് ഇൻവെൻറ്റഡ്? ഇനി ഒരു പക്ഷേ ഇതൊന്നും കണ്ടുപിടിച്ചില്ല എങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു നമ്മുടെ ലൈഫ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കണം. ഡു യു തിങ്ക് ദാറ്റ് വെൻ അവർ ഗാഡ്ജറ്റ്സ് ഹാവ് ബിക്കം സ്മാർട്ടർ വി അവർസെൽഫ് ഹാവ് ബിക്കം മോർ ഫൂളിഷ്? മീൻസ് നമ്മുടെ ഗാഡ്ജറ്റ്സൊക്കെ സ്മാർട്ടർ ആകും തോറും നമ്മൾ ആക്ച്വലി ഫൂളാകുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് വിവരങ്ങളും വി ഹാവ് ടു സെർച്ച് എനിത്തിങ് എവരിത്തിങ് ഇൻ ദ വേൾഡ് അല്ലേ.
എല്ലാം നമുക്ക് കണ്ടെത്താനാവും. പക്ഷേ ആക്ച്വലി എന്താണ്, അവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരാണ് ആക്ച്വലി ഫൂളാകുന്നത്? നമ്മളല്ലേ. നമ്മൾ കണ്ടെത്തി അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൽ വെക്കുകയില്ല നമ്മൾ. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം, ഏത് സമയത്തും ഏത് അവസരത്തിലും എവിടുന്നും. സോ നമ്മളതൊരിക്കലും സേവ് ചെയ്ത് വെക്കുന്നില്ല. സോ നമ്മൾ ആക്ച്വലി എന്താണ്, വി ഹാവ് എ ഫൂൾ അല്ലേ, ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ മീൻസ് എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ടാകുന്നത് പോലെ എല്ലാത്തിനും അങ്ങനെ തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്ന കാര്യവും. സോ നെക്സ്റ്റ് അവിടെ ഒരു റൈറ്റപ്പാണ്. മീൻസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയതാണ്, ഒരു പാഠഭാഗമൊന്നുമല്ല. ഇന്നൊവേഷൻ ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നൊവേഷൻസ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ്. ഇന്നൊവേഷൻസ് മീൻസ് കണ്ടുപിടുത്തങ്ങൾ, ലോകത്തെ മാറ്റിയ കണ്ടുപിടുത്തങ്ങൾ. ഒരുവിധം നിങ്ങൾക്ക് അത് ടൈറ്റിൽ കഴിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് ലോകത്തെ മാറ്റിമറിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മുടെ ചരിത്രത്തിലുണ്ട് അല്ലേ, ഒരുപാട് മാറ്റങ്ങൾ വന്നത്. സോ എന്താണ്, ഞാൻ സ്റ്റാർട്ടിങ് പാരഗ്രാഫ് വായിച്ചു പോവാണ്. വളരെ സിമ്പിളാണ്, അതുകൊണ്ട് ഇങ്ങനെ വായിച്ചു പോവാണ് പെട്ടെന്ന്. We live in the age when we have to remain where we stand. This means that we are unable to keep pace with the development explosion that are happening around us. എന്താണ്, we live in an age when we have to run to remain where we stand. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. This means that we are unable to keep pace with the development explosion that are happening around us. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പ്ലോഷൻസ്, കണ്ടുപിടുത്തങ്ങളും ഡെവലപ്മെൻറ്റും ദാറ്റ് മച്ച് ഗ്രേറ്റ് ആണ്. ഹാവ് യു തോട്ട് ഓഫ് ദ ഡിഫറെൻറ്റ് ഇന്നോവേഷൻ ദാറ്റ് ഹാവ് ബിക്കം ലാൻഡ്മാർക്സ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി? നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ ഇന്നോവേഷൻ ദാറ്റ് ഹാവ് എ ലാൻഡ്മാർക്സ് ഇൻ അവർ ഹ്യൂമൻ ഹിസ്റ്ററി? മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ലെറ്റ്സ് ഹാവ് എ ഗ്ലിംസ് അറ്റ് സം ഓഫ് ദം സോ ദാറ്റ് വി ക്യാൻ ട്രേസ് ദ ഗ്രാഫ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. സോ വി ഹാവ് ടു ചെക്ക് ദ ഗ്രാഫ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. നമുക്ക് കണ്ടെത്താം മനുഷ്യൻ്റെ ഗ്രാഫിലെ, മനുഷ്യൻ്റെ പ്രോഗ്രസ്സിലെ എന്തൊക്കെ നേട്ടങ്ങളെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. വി വിൽ കൺസിഡർ 3 ഇന്നോവേഷൻസ് ഓഫ് ദ ഏൻഷ്യൻറ്റ് പീരീഡ്. അതിലെന്താണ്, 3 ഇന്നോവേഷൻസ് ആർ ഇൻ ദ ഏൻഷ്യൻറ്റ് പീരീഡ്. ഏൻഷ്യൻറ്റ് അല്ലേ, എന്താണ്, പ്രാചീന ഏൻഷ്യൻറ്റ് പീരീഡ്സിൽ എന്തൊക്കെ ഇന്നോവേഷൻസ് ആണെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫയറാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഫയർ, വീല് ചക്രം അല്ലേ, ഫയർ എന്നാണ് തീ, പേപ്പർ എന്നുള്ളത് കടലാസ് അല്ലേ, ആൻഡ് സം മോഡേൺ ഇന്നോവേഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത വൺ ഓഫ് ദ ഇന്നോവേഷൻ എന്താണ്, ഏൻഷ്യൻറ്റ് പീരീഡ്സിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫയറാണ്. 40,000 BC. സോ ഫയർ 40,000 BC. 40,000 BC എന്ന് വെച്ചാൽ BC മീൻസ് എന്താണ്, ബിഫോർ കോമൺ ഇറ, അങ്ങനെയാണ് BC. AD എന്ന് വെച്ചാൽ എന്താണ്, ആഫ്റ്റർ. ഈ ആക്ച്വലി എന്താണ്, ആദ്യം എന്താണ് BC AC എന്നായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിലാണ് ഇത് BC AC എന്നായി മാറിയത്. ആദ്യം എന്താണ്, ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് ശേഷവും എന്താണ്, ജനനത്തിന് മുന്നേയുമായിരുന്നു എന്താണ് ആ ഒരു ഇറ, ടൈം പീരീഡിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റും. പക്ഷേ ഇപ്പോൾ അത് മാറി എന്താണ്, BC, ബിഫോർ കോമൺ ഇറ, ആഫ്റ്റർ കോമൺ ഇറ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വായിക്കാം. ഫയറിൻ്റെ കണ്ടുപിടുത്തം ബിഫോർ കോമൺ ഇറ മീൻസ് എന്താണ്, കോമൺ ഇറ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 40,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഫയറിൻ്റെ ഇന്നോവേഷൻ നടന്നത്. ഫോർ എ ലോങ് ടൈം മാൻകൈൻഡ് വാസ് ടെറിഫൈഡ് ഓഫ് ഫയർ. ഞാൻ ആദ്യം വായിക്കാം കേട്ടോ, വളരെ ഈസിയാണ് വായിച്ച് മനസ്സിലാക്കാൻ. So he knew only the fires lit by nature like lightning, volcanoes and forest fires. Man's curiosity led him to chance rubbing of some stones which creates his own fire. So here in the paragraph the writer means the writer actually mention ചെയ്യുന്നില്ല. It introduces the first paragraph introduces, for a long time mankind was terrified of fire.
ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ലുക്കിംഗ് ഫോർ എ ഫിയർ ടു ഫയർ. എന്താണ്? ഫയറിനോടൊരു ഭയമായിട്ടാണ് മനുഷ്യ തലമുറ തീയെ കണ്ടിരുന്നത് പ്രാചീന കാലഘട്ടം മുതൽ. ഹി ന്യൂ ഓൺലി ദ ഫയർ lit by nature like lightning, volcanoes and forest fires. They think that, they know that. എന്താണ് അവരുടെ അറിവ്? The fire is created by lightning. Lightning means മിന്നൽ അല്ലേ? വോൾക്കാനോസ് ഈ എന്താണ്? അഗ്നിപർവ്വതങ്ങളിലൂടെ. പിന്നെ എന്താണ്? ഫോറസ്റ്റ് ഫയർ. ഈ എന്താണ്? ആക്ച്വലി അന്തരീക്ഷം എൻവയോൺമെൻറ്റ് ഒരുപാട് ചൂടാകുമ്പോൾ നിങ്ങൾ കാട്ടുതീ എന്നൊക്കെ പറയുന്നില്ലേ, ആക്ച്വലി ആരും കൊണ്ടുപോയിട്ട് തീ കൊടുക്കുന്നൊന്നുമല്ല അവിടെ. ആക്ച്വലി നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഇത് കൂടി വരുമ്പോൾ കാട്ടുതീ പടരുന്നതാണ്. തീയായിട്ട് ജസ്റ്റ് നമ്മൾ ഗ്ലാസ് ചിലപ്പോൾ നിങ്ങൾ ചെറുതിലുള്ള സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പരീക്ഷണം ചെയ്തിട്ടുണ്ടാവാം. ഈ എന്താണ്? ലെൻസ് വെച്ചിട്ട് നമ്മൾ കടലാസിനെ എന്ത് ചെയ്യുന്നത്? സൂര്യപ്രകാശത്തിൽ ലെൻസും കടലാസും വെച്ചിട്ട് നമ്മൾ തീ ഉണ്ടാവുന്നത് അല്ലേ? അങ്ങനെ അപ്പോൾ ഞാനൊക്കെ ചെറുതിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറിയ ക്ലാസ്സുകളിൽ ഞാൻ ചെയ്തതായി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നത്. അപ്പോൾ അവിടെ നമ്മൾ തീപ്പെട്ടി എടുത്ത് ഉരച്ചിട്ടൊന്നും കൊണ്ടുവച്ചതല്ല. ആക്ച്വലി എന്താണ്? സൺറൈസിൽ നിന്ന് നമ്മൾ ലെൻസിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഫയർ. അപ്പോൾ അതുപോലെ കാട്ടുതീ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ കാട്ടിൽ ആരും കൊണ്ട് തീ കൊളുത്തുന്നതല്ല. ഇതുപോലെ ഒരുപാട് ഹോട്ടായ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് ഈ കാട്ടുതീ. അത് വല്ലാതെ പടരും. അപ്പോൾ ഇൻ ancient people they know that the fire is only created by lightning, volcanoes and forest fires. Man's curiosity led him to a chance rubbing of some stones which created his own fire. അങ്ങനെ മനുഷ്യൻ എന്താണ്? പിന്നെ മനുഷ്യൻ എന്നുള്ളത് ഒരുപാട് എന്താണ്? ആക്ച്വലി ഒരുപാട് കാലിബറുള്ളൊരു മീൻസ് ഒരു ആനിമലാണെന്ന് നമുക്ക് പറയാം. ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഇൻക്ലൂഡിങ് ഇൻ ആൻ ആനിമൽ അല്ലേ? ആനിമൽസിൻ്റെ കാറ്റഗറിയിൽ തന്നെയാണ് നമ്മുടെ ജന്തുക്കൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് നമ്മളെയും പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മൃഗങ്ങളിൽ നിന്ന് നമ്മൾക്കുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ വി ഹാവ് ടു തിങ്ക്. നമ്മൾ ചിന്തിക്കും, ചിന്തയിലൂടെ നമ്മളത് പ്രവർത്തിക്കാൻ ശ്രമിക്കും. ആ ഒരു ജിജ്ഞാസയാണ്. സോ അതാണ് മനുഷ്യനെ എന്ത് ചെയ്തത്? കല്ലുകൾ റബ്ബ് ചെയ്തിട്ടിട്ട് ഈ ക്യൂരിയോസിറ്റി മനുഷ്യൻ്റെ ജിജ്ഞാസയാണ് എന്ത്? ഈ സ്റ്റോൺസ് റബ്ബ് ചെയ്തിട്ട് എന്ത് ഉണ്ടാവുന്നത്? ക്രിയേറ്റഡ് ഇസ് ഓൺ ഫയർ. അവർക്ക് ആവശ്യമുള്ള തീ ഉണ്ടാക്കി അവർ. അവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസർ നോക്കും. അപ്പോൾ how did the early human created fire? The early human created fire to rubbing the stones. റബ്ബ് ചെയ്തിട്ടാണ്, സ്റ്റോൺസ് റബ്ബ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അടുത്ത പാരഗ്രാഫ്. There are many legends or myths relating to the origin of fire. ഇനി എന്താണ്? ഈ ആക്ച്വലി തീ ഉണ്ടായത് അങ്ങനെയാണ്, പക്ഷേ ഇതിൻ്റെ ഒറിജിൻ, ഉത്ഭവം എന്ന് പറയുന്നതാണ് ഇനി പറയുന്നത്. ദ ഒറിജിൻ ഓഫ് ഫയർ ആണ് പറയുന്നത്. ഗ്രീക്ക് ലെജൻഡ് സേസ് ദാറ്റ് Prometheus stole fire from the heavens in a hollow tube, which gave him the reputation of being a great benefactor of man. In the ancient Vedic scriptures, Agni or fire is the messenger between people and their god. The Zoroastrians worshipped fire as the most potent and sacred power and believed that it was presented to man directly from heaven. The Aztecs of Mexico and the Incas of Peru worshipped god of fire with sacred flames. എന്താ ഇവിടെ പറയുന്നത്? ഒരുപാട് ലെജൻഡറി സ്റ്റോറീസ് ഉണ്ട് ഫയറിനെ കുറിച്ച്. അതിൽ നമ്മൾ ഒറിജിൻ ഓഫ് ഫയർ എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ആക്ച്വലി ഗ്രീക്ക് ലെജൻഡ് സേസ് ദാറ്റ്. ഗ്രീക്കുകാർ, ഈ ഗ്രീക്കിലാണ് ഒരുപാട് മിത്തോളജിക്കൽ സ്റ്റോറീസ് ഉണ്ടായത്. ആക്ച്വലി നമ്മൾ ഒരുപാട് ഈ മിത്തോളജി എന്നില്ലേ, നമ്മൾ എന്താണ് ഈ മിത്തോളജിക്ക് ആക്ച്വലി ആപ്റ്റ് മലയാളം വേർഡ് എനിക്ക് കിട്ടുന്നില്ല പറയാൻ. ഈ എന്താണ്, നമ്മൾ ഒരുപാട് പുരാണ കഥകൾ എന്നൊക്കെ പറയൂലേ, അതാണ് ആക്ച്വലി മിത്തോളജി എന്ന് പറയുന്നത്. സോ മിത്തോളജിക്കൽ സ്റ്റോറീസ് ഉണ്ട്. അതിൽ ആക്ച്വലി ഗ്രീക്കുകാരാണ് ഒരുപാട് മിത്തോളജിക്കൽ, ഈ ദൈവങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ ഇല്ലേ, ആക്ച്വലി ഗ്രീക്കിൽ നിന്നാണ് ഒരുപാട് അങ്ങനെയുള്ള മിത്തോളജിക്കൽ സ്റ്റോറീസ് പുറപ്പെടുക. അതിൽ എന്താണ് ഗ്രീക്ക് മിത്തോളജി പറയുന്നത്? ഫയർ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ
തീയുടെ ഉത്ഭവം, ഫയറിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോമിത്യൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്രീക്ക് ദേവനാണ് പ്രോമിത്യൂസ് കേട്ടോ. ഗ്രീക്ക് ദേവനെയാണ് പ്രോമിത്യൂസ് എന്ന് വിളിക്കുന്നത്. പ്രോമിത്യൂസ് അൺബൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഒരു കീറ്റ്സിൻ്റെ ഒരു എന്താണ് ലിറിക്കൽ ഡ്രാമയാണ് പ്രോമിത്യൂസ് അൺബൗണ്ട് എന്നുള്ളത്. വളരെ മനോഹരമായൊരു ലിറിക്കൽ ഡ്രാമയാണ് പ്രോമിത്യൂസ് അൺബൗണ്ട്. സോ ഗ്രീക്ക് ദേവനാണ്. നിങ്ങൾ സിയൂസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലുള്ളൊരു ഗ്രീക്ക് എന്താണ് ഗോഡാണ് പ്രോമിത്യൂസ്. ആൻഡ് പ്രോമിത്യൂസ് സ്റ്റോൾ ഫയർ ഫ്രം ദ ഹെവൻ ഇൻ ഹോളോ ട്യൂബ്. ആക്ച്വലി പ്രോമിത്യൂസ് ഗ്രീക്ക് ഗോഡാണെന്ന് പറയുന്നു. ദ ഗോഡ് ഓഫ് ഫയർ ആണ് കേട്ടോ പ്രോമിത്യൂസിനെ അറിയപ്പെടുന്നത് ഗോഡ് ഓഫ് ഫയർ എന്നാണ്. ആൻഡ് ഹി സ്റ്റോൾ ഫയർ ഫ്രം ഹെവൻ. അദ്ദേഹം എവിടെ നിന്നാണ് തീ കട്ടെടുത്തത്? സ്വർഗത്തിൽ നിന്നാണ് സ്റ്റോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കട്ടെടുക്കുക. അത് സ്റ്റോൾ ചെയ്ത് ഒരു ഹോളോ ട്യൂബിലൂടെയാണ് സ്റ്റോൾ ചെയ്ത് കൊണ്ടുവന്നത്. വിച്ച് ഗേവ് ഹിം റെപ്യൂട്ടേഷൻ ഓഫ് ബീങ് ഗ്രേറ്റ് ബെനിഫാക്ടർ ഓഫ് മാൻ. അതാണ് മനുഷ്യന് പിന്നീട് ഒരു ഉപകാരപ്രദമായ ഒരു ഇതായി മാറിയത് അല്ലേ? കാരണം ഫയർ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തീ വേണ്ടേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പണ്ടുള്ള കാലങ്ങളിൽ പ്രാചീന കാലങ്ങളിൽ എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് ആർ ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് എനി ബോയിലിംഗ് അല്ലേ? വിത്തൗട്ട് ബോയിൽ ദ ഫുഡ് അല്ലേ? ബോയിൽ ചെയ്യാണ്ടാണ് ഈ മീറ്റും കാര്യങ്ങളൊക്കെ ഇവർ കഴിക്കുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി. അല്ലെങ്കിൽ എന്താണ്, അവർ പച്ച ഇറച്ചിയെ ഈ പ്രാവിനെയും കോഴിയെയും ഒക്കെ പച്ചയ്ക്ക് തിന്നാറുണ്ട്. അതാണ് അവർ ചെയ്യുന്നത്. എന്താണ് അവിടെ ഫയർ എന്നുള്ളൊരു കണ്ടുപിടുത്തില്ല. അപ്പോൾ അത് വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാത്തിനും അതിനെ ആശ്രയിക്കുകയാണല്ലേ. വല്ലാത്തൊരു ഉപകാരമുള്ള കാര്യമല്ലേ. ഇൻ ദ ഏൻഷ്യൻ്റ് വേദിക് സ്ക്രിപ്റ്റേഴ്സ് ഒരു മിത്തോളജി സ്റ്റോറി എന്ന് വെച്ചാൽ പ്രോമിത്യൂസ് സ്റ്റോൾ ചെയ്ത് കൊണ്ടുവന്നതാണ് ഫയറിനെ എന്നാണ് പറയപ്പെടുന്നത്. ഇനി വേറെ പറയുകയാണെങ്കിൽ അടുത്ത എന്താണ്, ഇൻ ദ ഏൻഷ്യൻ്റ് വേദിക് സ്ക്രിപ്റ്റേഴ്സ്, ഈ വേദങ്ങളിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഗ്നി എന്നല്ലേ നമ്മൾ തീയെ പറയുന്നത്? അഗ്നിയല്ലേ? അഗ്നിദേവനാണ് ആക്ച്വലി പ്രോമിത്യൂസ്. ഗ്രീക്കിലെ അഗ്നിദേവൻ. അഗ്നി ഓർ ഫയർ ഈസ് ദ മെസ്സഞ്ചർ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദെയർ ഗോഡ്. വേദാന്തങ്ങളിൽ പറയുന്നതെന്ന് വെച്ചാൽ അഗ്നി ഓർ ഫയർ ഈസ് ദ മെസ്സഞ്ചർ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ഗോഡ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ളൊരു മെസ്സഞ്ചറാണ്. ആക്ച്വലി നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്സിലും നമ്മൾ എന്ത് ഉൾപ്പെടുത്തുന്നുണ്ട്? എന്താണ്, വി ഹാവ് ഇൻക്ലൂഡിങ് ഫയർ ഈസ് എ എല്ലാത്തിനും ഒരു വിക്ടിമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ മാരേജ് ആയിക്കോട്ടെ, മാരേജ് ഫങ്ഷനിൽ അഗ്നിക്കൊരു സ്ഥാനമുണ്ട്. വിളക്കുകൾ വെച്ചിട്ടല്ലേ നമ്മൾ കയറുമ്പോൾ എടുക്കുമ്പോൾ വിളക്കിൽ തീ കൊളുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടിയുടെ ഫങ്ഷനാണെങ്കിൽ ചെറിയ കുഞ്ഞ് ജനിച്ച് അതിന് നമ്മളെ ഭൂമിയായിട്ട് അത് മിങ്കിൾ ചെയ്യുമ്പോൾ എന്താണ്, അതിനൊരുപാട് കർമ്മങ്ങളുണ്ട്. അതിലൊക്കെ എന്താണ്, അഗ്നി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അല്ലേ, ഡൂയിങ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ മരണത്തിലും എന്താണ്, അഗ്നി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നില്ലേ? അഗ്നിയിലാണ് നമ്മൾ എരിഞ്ഞ് നമ്മൾ എന്താണ് മോക്ഷം കിട്ടുന്നത് എന്ന് പറയുന്ന അങ്ങനെയാണ്. സോ അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ അമ്പലം പോലുള്ള എന്താണ് ഒരുപാട് ടെമ്പിള് അല്ലെ എന്താണ് അങ്ങനെയുള്ള ഒരു ആരാധനാലയങ്ങളിൽ എന്തുണ്ട്, ദൈവത്തിന് സ്തുതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് അഗ്നിയിലൂടെയാണ് പല കർമ്മങ്ങളും പല നമ്മൾ ഓരോരോ ഇതില്ലേ, ആചാരങ്ങളില്ലേ, അതൊക്കെ ചെയ്യുന്നത്. അതുപോലെയാണ് എല്ലാ റിലീജിയനിലും ഉണ്ട് അഗ്നിക്ക് ദർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ അല്ലേ. എന്താണ്, ഫയറിനൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഇനി സൊറാസ്ട്രിയൻസ് പറയുന്നത് എന്താണ്, ഓരോരുത്തർ പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചോളണേ. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോമിത്യൂസിൻ്റെത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ വേദിക് സ്ക്രിപ്റ്റേഴ്സിൽ അഗ്നിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പ്രോമിത്യൂസ് ഗ്രീക്ക് മിത്തോളജി എന്താണ് പറയുന്നത്? ദ ഫയർ ഈസ് സ്റ്റോൾഡ് ബൈ പ്രോമിത്യൂസ് ഫ്രം ഹെവൻ ഇൻ എ വാക്വം ട്യൂബ്, ഹോളോ ട്യൂബ്, ആൻഡ് ഗിവ് എ റെപ്യൂട്ടേഷൻ ടു ബീയിങ് ഗ്രേറ്റ് ബെനിഫാക്ടർ ഓഫ് മാൻ. ബെനിഫാക്ടർ ഓഫ് മാൻ. Then Vedic scriptures said that Agni or fire is the messenger between people and God. Then Zoroastrians പറയുന്നത് worshipped fire as the most potent and sacred power and believed that
It was presented to man directly from heaven. It was a most potent and sacred power ആണല്ലേ. സീക്രട്ട് എന്നുള്ളൊരു വേർഡ് അഗ്നിക്ക് കൊടുക്കാം നമുക്ക്. കാരണം അഗ്നിയിൽ ഇട്ടിട്ടാണ് നമ്മുടെ അല്ലേ, അഗ്നിയിലാണ് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. എല്ലാ ചിത്തത്തിനെയും നമ്മൾ അഗ്നിയായിട്ട് അഗ്നിയായിട്ട് നല്ല ഇതായിട്ട് നമ്മൾ സീക്രട്ടായിട്ട് പോകുന്നു എന്നാണ്. ആക്ച്വലി നമ്മൾ മരിച്ച ശേഷം അത് നമ്മുടെ ബോഡി ക്രിമേച്ചർ ചെയ്യുമ്പോൾ നമ്മൾ മീൻസ് കത്തിച്ച് കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഗ്നിയിലൂടെ നമ്മൾ ശുദ്ധി വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. ആ ഒരു ദൈവത്തോടുള്ള ആ ഒരു ഭയങ്കര ഒരു എന്താണ്, ദർ ഇസ് എ മിത്തോളജിക്കൽ അല്ലെ എന്താണ് സീക്രട്ട് തിങ് അബൌട്ട് അഗ്നി ഓർ ഫയർ. So believed that it was presented to man directly from heaven. The Aztecs or Mexico and the Incas of Peru worshipped. ഇനി ഈ അസ്റ്റിക്സും മെക്സിക്കോ ആൻഡ് ഇൻകാസ് ഓഫ് പെറു എന്നൊക്കെ പറയുന്നത് ഈ എന്താണ് ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് പറയുന്നത്. ഈ എന്താണ് കുടിയേറി പാർത്ത അല്ലെങ്കിൽ അപ്പോൾ അസ്റ്റിക്സ് ആൻഡ് ഇൻകാസ് എന്നൊക്കെ പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് പറയുന്നത് കേട്ടോ, ഒരു പെർട്ടിക്കുലർ പീപ്പിളിനെയാണ് പറയുന്നത്. വേർഷിപ്പ്ഡ് ഗോഡ്സ് ഓഫ് ഫയർ വിത്ത് സീക്രട്ട് ഫ്ലെയിംസ്. ഇവരൊക്കെ എന്താണ് ഫയറിനൊരു ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ കല്ലിൽ കൊത്തിവെച്ച ശില്പത്തിനെ ആരാധിക്കുന്നത് പോലെ അവർ എന്താണ് അഗ്നിയെ ആരാധിക്കുന്ന ആരാധനാലയങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. ഇൻകാസ് ഓഫ് പെറുവിലെ ആൾക്കാർക്ക്, മെക്സിക്കോയിലുള്ള ആൾക്കാർക്കൊക്കെ പീപ്പിൾ ഫ്രം മെക്സിക്കോ ആൻഡ് പെറു. അത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഇനി to our ancestors, the discovery of fire was as important as the discovery of electricity or atomic energy has been to us. ഇനി എന്താണ് ആൻസസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഫയറിൻ്റെ ഡിസ്കവറി എന്നുള്ളത് വൺ ഓഫ് ദ ലാൻഡ്മാർക്സ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ദ ഡിസ്കവറി ഓഫ് ഫയർ എന്ന് വെച്ചാൽ. The controlled use of fire was an invention in the early Stone Age. ഇനി ഇതിൻ്റെ യൂസേജ് തുടങ്ങിയത് സ്റ്റോൺ ഏജ് ആണ്. ഒരുപാട് ഏജസ് ഉണ്ട്. നമ്മൾക്ക് ബ്രോൺസ് ഏജ് അല്ലെ, വെങ്കല യുഗം, അങ്ങനെയുള്ള ഒരുപാട് യുഗങ്ങളുണ്ട്. ഈ സ്റ്റോൺ ഏജ് പറയുന്നത് അതുപോലൊരു ഒരു കാലഘട്ടമാണ്. വിച്ച് ഓപ്പൺഡ് ദ പാത്ത് ടുവേർഡ്സ് സിവിലൈസേഷൻ. ആ സ്റ്റോൺ ഏജിലാണ് ഡിസ്കവറി ഓഫ് ഫയർ ആണ് സിവിലൈസേഷൻ നമ്മളിലേക്ക് സിവിലൈസേഷനിലെ എത്തിച്ചത്. ആ ഒരു സിവിലൈസേഷൻ നടന്നതൊക്കെ അവരുടെ സമയത്താണ്. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി സെർട്ടൈൻ വെൻ ഫയർ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. ഇനി നമുക്ക് പറയാൻ പറ്റൂല ദ ഫയർ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് എന്നുള്ളത് ഉറപ്പൊന്നുമല്ല. ബട്ട് മോസ്റ്റ് റിസർച്ചേഴ്സ് പുട്സ് ഇറ്റ് സംവെയർ ബിറ്റ്വീൻ 20,000 ആൻഡ് 60,000. ആ ഒരു കാലഘട്ടങ്ങളിലാണ്